السلام عليكم ورحمة الله. الطلع النليد نظم كتاب التوحيد مع تعليق مفيد نظمه أبو സുഹൈൽ അൻവർ അബ്ദുല്ല അബ്ദുറഹ്മാൻ അൽ ഫദ്ഫരി. ഈ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. നമ്മളിതിൻ്റെ മുഖദ്ദിമ വായിച്ചു, ഇൻട്രൊഡക്ഷൻ അല്ലേ. ഇനി അതിൻ്റെ കവിതയിലേക്ക് കടക്കുകയാണ്. കവിതയിൽ ഒരു മുഖവുര, കവിതയുടെ ഒരു ഇൻട്രൊഡക്ഷൻ കവിതയിൽ തന്നെ വളരെ സുന്ദരമായി ഉസ്താദ് എഴുതി വച്ചത് കാണാം. അത് ഈ കിതാബു തൗഹീദ് എന്ന കൃതിയെ സംബന്ധിച്ചും അത്വൽഈദ് എന്നതിലേക്കുള്ള ഒരു ഓപ്പണിങ്, അതിലേക്കുള്ളൊരു പ്രവേശനം എന്നുള്ള നിലക്കുമാണ് അതിൽ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളാ കവിത വായിച്ചു പോവാൻ. കവിത ഈ ഒരു പദ്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു രസകരമായ താളത്തിലും അതിൻ്റേതായ ഓളത്തിലൊക്കെ ഈ പാട്ട് പാടാം. നന്നായിട്ട് പാടാൻ കഴിവുള്ള ആളുകൾക്ക് നന്നായിട്ട് പാടാം. പാടുമ്പോഴാണ് കൂടുതൽ ഇതിനെ മനഃപ്പാഠമാക്കാൻ സാധിക്കുക. ഏതായാലും എനിക്ക് തോന്നുന്നു മുസ്തഫ്ഇൽ റജസാൻ തോന്നുന്നുണ്ട്. ബഹർ ആ രീതിയിൽ അതിനെ പല രൂപത്തിലും പാടി എന്ത് ചെയ്യാം നോക്കാം. അതിനെ ശ്രമിക്കേണ്ടവർക്ക് അങ്ങനെ ശ്രമിക്കാം. ഏതായാലും നമ്മൾ വായന എന്നുള്ള നിലക്ക് വായിച്ചു പോവുകയാണ്. അപ്പോൾ ചെറിയൊരു താളം, അത് പഠിക്കാൻ വേണ്ടി ചെറിയൊരു താളം പറയണം. അതിന് വളരെ നന്നായിട്ട് പാടാൻ പറ്റുന്നവർ പാടി നോക്കണം കേട്ടോ. ഏതായാലും നമ്മൾ തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹിൽ അലിയിൽ ഖാലിഖി അൽ മുബ്ദിഇൽ മുഈദി ലിൽ ഖലായിഖി يأمر بالإيمان والأعمال ينهى عن الإشراك والإهمال وبين الهدى من الضلال فللمطيع أحسن المآل وللعساة وذوي الإهمال وعيده بأهول النكال وأفضل الصلاة والسلام على النبي أكمل الأنام وآله وصحبه الكرام وتابعيهم في مدى الأيام أرسل رحمة لكل خلق وهاديا إلى الصراط الحق فكمل الإيمان والإسلام فالزم تنل بذلك السلام وعنا بطلع راعق نليد نظم الكتاب الفذ في التوحيد مؤلف الشيخ الإمام الباسلي مجدد الورى وفير النائل محمد يسهل المرامى حفظا وإتقانا لمن قد راما تناول الكتاب والمسائل وكل ما احتواه من دلائل بأسهل التعبير والإيجاز وأجمل الأسلوب بالإنجاز تقبل الله الكريم واجعل في سابق الخيرات من حسن عمل تقبل الله الكريم واجعل في سابق الخيرات من حسن عمل. സ്നേഹം നിറഞ്ഞവരെ, വളരെ സുന്ദരമായിട്ടാണ് ഇതിൻ്റെ മുഖദ്ദിമ തന്നെ അദ്ദേഹം വളരെ പദ്യരൂപത്തിലേക്ക് അതിനെ ക്രോഡീകരിച്ചു വച്ചത്. എത്ര രസകരമാണ് ഇതിൻ്റെ മുഖദ്ദിമ എന്ന് അതിൻ്റെ ഓരോ വരികളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. മഹാനായ ഷേഖ് അബ്ദുൽ വഹാബ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല, ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല കിതാബു തൗഹീദ് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളുടെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹംദും സലാത്തും വെച്ചിട്ടാണ് അദ്ദേഹം കൃതികൾ ആരംഭിക്കുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ മുഴുവൻ ആ രീതിയെ പോരാ. നബിയുടെ മേലിൽ സലാത്ത് അല്ലേ, സഹാബത്തിൻ്റെ പേരിൽ സലാത്ത്, അതുപോലെ തന്നെ താബികളുടെ മേലിൽ, നബി കുടുംബത്തിൻ്റെ മേലിലൊക്കെ സലാത്തും സലാമും വേണം. അതിലേറെ ഇതിന് ഈ ഒരു ഉദ്യമത്തിനും ഈ ഒരു കാര്യത്തിനുമൊക്കെ നമുക്ക് തൗഫീക്ക് നൽകുന്ന പടച്ചറബ്ബിനെ സ്തുതിക്കണം. ഹംദും സലാത്തും കൊണ്ടാണ് ഏതൊരു ഉപദേശവും ഏതൊരു നല്ല കാര്യവും ആരംഭിക്കേണ്ടത്. പ്രാർത്ഥന പോലും നമ്മൾ തുടങ്ങുന്നത് അങ്ങനെയാണ്.
പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോഴും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ സലാത്ത് ചൊല്ലിക്കൊണ്ടുമാണ് അവസാനിപ്പിക്കുന്നത്. അതൊരു ഏറ്റവും നല്ലൊരു ചിട്ടയാണ്, ഒരു ജീവിത ശൈലിയാണ്, അതിനെ സ്വീകരിക്കുക. ഇവിടെ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനായ അള്ളാഹ്. ആ റബ്ബിൻ്റെ നാമത്തിലാണ് ഏതൊരു കാര്യവും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ആരംഭിക്കണം. അള്ളാഹുവിനെ സ്മരിക്കാതെ ഏതൊരു കാര്യം തുടങ്ങിയാൽ അത് പരിപൂർണമല്ല എന്നാണ്. അതിൽ അള്ളാഹുവിൽ നിന്നുള്ള യാതൊരുവിധ ബർക്കത്തും ലഭ്യമാവുകയില്ല. പടച്ച റബ്ബിനെ സ്മരിച്ചുകൊണ്ടാവണം എല്ലാ കാര്യവും, എല്ലാ നന്മകളും. അപ്പോൾ അതൊരു നന്മ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അള്ളാഹു ആനാൻ, അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹു മുസാഫിൻ്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു എഴുതി ചേർത്തതും അതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാ. ലോകത്തെ ഏറ്റവും നല്ല സംസാരം, ലോകത്തെ ഏറ്റവും നല്ല കിതാബ് അത് വിശുദ്ധ ഖുർആനാണ്. അപ്പോൾ അതേ ശൈലി ഏതൊരു ഗ്രന്ഥം രചിക്കുമ്പോഴും എന്ത് ചെയ്യുക, അള്ളാഹുവിൻ്റെ അടിയാറുകൾ സ്വീകരിച്ചു പോരുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിക്കും അള്ളാഹുവിൽ നിന്നുള്ള രക്ഷക്കും കാരണമാണ്. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. എന്നിട്ട് ആരാണ് അള്ളാഹ്? അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ അൽ അലി, അള്ളാഹ് ആരാണ്? അള്ളാഹു അത്യുന്നതനാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല നാമഗുണങ്ങളിലൊന്ന് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന് പറഞ്ഞതുപോലെ അല്ലേ, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക, അള്ളാഹുവിനെ തഹ്മീദ് ചെയ്യുക, അള്ളാഹുവിനെ തക്ബീർ ചെയ്യുമ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല നാമങ്ങൾ എടുത്ത് പറയുക. അതൊരടിയാൻ്റെ ഏറ്റവും നല്ല സ്വഭാവമാണ്, ക്വാളിറ്റിയാണ്. അൽ അലി, അലി എന്ന് പറഞ്ഞാൽ അത്യുന്നതൻ. അൽ ഖാലിഖ്, അടുത്ത റബ്ബിൻ്റെ അടുത്ത് വരെ അൽ ഖാലിഖ്. അൽ ഖാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്. തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അള്ളാഹ് അല്ലാതെ ഒരാളും ഒന്നിനെ സൃഷ്ടിക്കാൻ കഴിയൂല, ഒരാൾക്കും കഴിയൂല. ഈ ഭൂമിയൊന്നും ഒരിക്കലും സ്വയം ഉണ്ടായതല്ല. ഇല്ല, പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാൻ. അവിടെ ഒരു ഏകനായ സൃഷ്ടാവുണ്ട്. ഏകനായ സൃഷ്ടാവുണ്ടോ ആ സൃഷ്ടാവ് മാത്രമേ ആരാധിക്കപ്പെടാൻ പാടുള്ളൂ. അള്ളാഹുവാണ് ഉപജീവനം നൽകുന്നവൻ, ആ റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ. അപ്പോൾ ഇലാഹ് അള്ളാഹുവാണ്, കാരണം അവനാണ് ഖാലിഖ്. അതോടെ ഓർമ്മിപ്പിക്കാൻ അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് അത്യുന്നതൻ. അൽ മുബ്ദിഅ് ഉൽ മുഈദ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല നാമങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഉപയോഗിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചതാണ്. മുൻ മാതൃകയില്ലാതെ ഒന്നിനെ ആദ്യമായി പടച്ചവൻ, മനുഷ്യനായാലും മറ്റ് ജന്തുക്കളായാലും ജീവജാലങ്ങളുടെ ജീവനുള്ളതായാലും ജീവനില്ലാത്തവയായാലും അള്ളാഹുവിൻ്റെ സൃഷ്ടിച്ചരാങ്ങൾ ഏത് ചരാചരം അതിനൊക്കെ ഒരു മുൻ മാതൃകയില്ലാതെ പടച്ചവൻ അള്ളാഹു. അൽ മുബ്ദി, ആരംഭിച്ചവൻ. ബദ അയബ്ദൗ, സൃഷ്ടിപ്പ് ആരംഭിച്ചവൻ. അൽ മുഈദ് ഇല്ലേ, അതിനെയൊക്കെ അതേ രൂപത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിവുള്ളവൻ. അൽ മുഈദ്, ആദ യുഈദു, റബ്ബ് വീണ്ടും എന്ത് ചെയ്യും, അതിനെ അതേപോലെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിവ് ഉള്ളവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആരെ ലിൽ ഖലായിഖ് ഇല്ലേ, എല്ലാ സൃഷ്ടിജാലങ്ങൾക്ക് വേണ്ടി, എല്ലാ സൃഷ്ടിജാലങ്ങളെയും വീണ്ടും എന്ത് ഖൽഖുൻ ജംആണ് ഖലായിഖ്. അപ്പോൾ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് അള്ളാഹു ആരാണ്, അള്ളാഹുവിൻ്റെ ഉന്നതിയെ, അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഓർക്കണം. ഈ കിതാബിൻ്റെ ആദ്യത്തെ വരികളിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു പോയത്. പല ആളുകളും അള്ളാഹുവിൻ്റെ ഉന്നതിയെ, അള്ളാഹുവിൻ്റെ ഖൽഖെന്ന റബ്ബിൻ്റെ സൃഷ്ടിപ്പിനെ റബ്ബ് നിയന്ത്രിക്കുന്നുവെന്ന കാര്യത്തെ, റബ്ബ് നമ്മളെ നിരീക്ഷിക്കുന്നുവെന്ന കാര്യത്തെ പലരും മറന്നു പോവാണ്. അവിടെ ഒരു ഓർമ്മപ്പെടുത്തലാൻ പഠിച്ച റബ്ബ് അത് മുഴുവൻ നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും. കാരണം ഇതിനൊക്കെ സൃഷ്ടാവ് അള്ളാഹുവാണ്, അതിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവൻ അള്ളാഹുവാൻ. എന്നിട്ട് റബ്ബ് എന്താണ്? റബ്ബ് യഅ്മുറു ബിൽ ഈമാനി വൽ അഅ്മാലി യൻഹാ അനിൽ ഇശ്റാകി വൽ ഇഹ്മാലി. അവൻ ഈമാനിനെ കൊണ്ട് കൽപ്പിക്കുന്നു, വൽ അഅ്മാൽ, സൽക്കർമ്മങ്ങൾ കൊണ്ടും കൽപ്പിക്കുന്നു. ഈമാൻ വേണം, വിശ്വാസം വേണം, അള്ളാഹുവിൽ വിശ്വസിക്കണം. തുഅ്മിന ബില്ലാഹ് വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി എന്നൊക്കെ പറഞ്ഞതുപോലെ അള്ളാഹുവിലുള്ള വിശ്വാസം റബ്ബോട് ഓർമ്മിപ്പിക്കാൻ. വൽ അഅ്മാൽ, വിശ്വാസം മനസ്സിൽ മാത്രം ഉണ്ടായാൽ പോരാ, അതെന്താവണം, മനസ്സുകൊണ്ട് അംഗീകരിക്കുക മാത്രമല്ല, നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, അത് പ്രാവർത്തികമാക്കണം, അത് കർമ്മങ്ങളാവണം. ഈമാനിന് 70-ൽ പരം ശാഖകളുണ്ടെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. 70-ൽ ചില്ലാന ശാഖകൾ അല്ലേ, ബിദ്അൻ വസബഊന ശുഅബ. അതിലൊന്ന് ഏറ്റവും ടോപ്പിലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഏറ്റവും അവസാനമുള്ളത് വഴിയിൽ നിന്ന് ഉപദ്രവങ്ങളെ നീക്കലാണെന്ന് പറഞ്ഞു. വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുക എന്നുള്ളത് ഒരു പ്രവർത്തനമാണ്. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു പ്രവർത്തനം കൂടിയാണ്. ഖൗലുൻ വ അമലുൻ, അതൊരു അല്ലേ, അൽ ഈമാനു ഖൗലുൻ വ അമലുൻ. ഈമാൻ എന്ന് പറയുന്നത് വാക്കുമാണ്, അതൊരു പ്രവൃത്തിയുമാണ്. അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ച് ചെയ്യണ ഏതൊരു പ്രവർത്തനവും. എന്നിട്ട് അതിനോടൊപ്പം 5 നേരം നമസ്കാരങ്ങൾ, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇതൊക്കെ വേണം അല്ലേ. പിന്നെ അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനത്തെ കൊണ്ടും വിശ്വാസത്തെ കൊണ്ടും കൽപ്പിച്ചവൻ, കൽപ്പന നൽകിയവൻ, അള്ളാഹുവിനെ അനുസരിക്കണമെന്ന കൽപ്പനയാണ്.
യൻഹ അനിൽ ഇഷ്റാഖ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ അവൻ വിരോധിക്കുകയും ചെയ്തു. പാടില്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല, സമന്മാരെ വെക്കാൻ പാടില്ല. എന്താ ഷിർക്ക്? അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിൽ നീ പങ്കു ചേർക്കലാണ് ഷിർക്ക്, കൊടിയ പാപം. ഇന്ന ശിർക ലദുൽമുൻ അദീം, അത് മഹത്തായ പാപമാണ്, വമ്പിച്ച കുറ്റമാണ്. അപ്പോൾ അള്ളാഹുവിന് പങ്കുകാരുണ്ടെന്ന് വാദിക്കുക. അവൻ്റെ റുബൂബിയ്യത്തിൽ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് പരിപാലിക്കുന്നത്, അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പോൾ റബ്ബി ഏകനാണ്. പക്ഷേ അതിൽ വേറെ ആളുകൾ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പച്ചയായ ശിർക്കാൻ. ഈ ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ റബ്ബിന് വേറെ സഹായികളുണ്ടെന്ന് വാദിക്കുന്നത് പച്ചയായ ശിർക്കാൻ. ഈ പ്രപഞ്ചത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിക്കുന്നു, അവനോടൊപ്പം വേറെ ആളുണ്ടെന്ന് വാദിക്കുന്നത് പച്ചയായ ശിർക്കാൻ. അപ്പോൾ ലാ റബ്ബ ഇല്ലല്ലാ, ലാ ഖാലിഖ ഇല്ലല്ലാ, ലാ റഖീബ ഇല്ലല്ലാ, അല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ അവിടെ എന്താണ് ഒരു വിശ്വാസി ഓർക്കണമെന്ന് അവിടെ ഓർമ്മിപ്പിക്കാൻ തൗഹീദാ പഠിപ്പിച്ചു കൊടുക്കണം. വൽ ഇഹ്മാൽ, അള്ളാഹുവിന് നൽകുന്ന ആരാധനകളിൽ യാതൊരു നിലക്കുള്ള എന്തുവാണ് ഇഹ്മാൽ എന്ന് പറഞ്ഞാൽ അതിലൊരു എന്താണ് അവഗണന, അതിനോടൊരു അവഗണന പാടില്ല. ആരാധനകളെ കൃത്യമായി നിർവഹിക്കണം, വിശ്വാസത്തെ കൃത്യമായി നിർവഹിക്കണം, അള്ളാഹുവിനെ പരിഗണിക്കണം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവണം. അതിനോടൊരിക്കലും അലംഭാവം വെച്ച് പുലർത്താൻ പാടില്ല. ഇഹ്മാലിലെ ആരാധനകളുടെ വിഷയത്തിൽ, തൗഹീദിൻ്റെ വിഷയത്തിൽ ഒരു നിലക്കും അലംഭാവം പാടില്ല. അവിടെ ഒരിക്കലും അതിനോടൊരു വിരസത തോന്നാൻ പാടില്ല, അതിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. ഇഹ്മലോ എന്ന ശരിക്കതാണ് നെഗ്ലക്റ്റ് ചെയ്യുക, ഒരു കാര്യത്തെ നിസ്സാരമാക്കി ഒഴിവാക്കിക്കളയുക, പരിഗണിക്കാതിരിക്കുക, അല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. വബയ്യനൽ ഹുദാ മിനൽ ളലാലി ഫലിൽ മുതീഇ അഹ്സനുൽ മആലി വലിൽ ഉസാതി വദവിൽ ഇഹ്മാലി വഈദുഹു ബി അഹ്വലിൻ നകാലി. അവൻ സന്മാർഗത്തെ സംബന്ധിച്ച് വ്യക്തമാക്കി തന്നവനാണ്. പടച്ച റബ്ബ് ബയ്യനൽ ഹുദയെ വ്യക്തമാക്കി തന്നതാ. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. ഖൈറും ഷർറും അവൻ കൃത്യമായി വ്യക്തമാക്കി തന്നതാ. ഹിദായത്ത് ഏറ്റവും നല്ല പ്രകാശം പോലെ ഏറ്റവും നല്ല വെള്ളി വെളിച്ചത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വിട്ടേച്ചു പോയത്. ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്, ഹലാലും വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. അങ്ങനെ വ്യക്തമാക്കി തന്നു അള്ളാഹുവിൻ്റെ ഹുദയെ. മിനൽ ളലാലി, ളലാലിനേക്കാൾ ലലാലും ഒക്കെ വ്യക്തമാണ്. അതിലേതിനെ തിരഞ്ഞെടുക്കുക? ലലാലത്തിൽ നിന്ന് ഏതാണ് ഹുദ എന്ന് പറഞ്ഞു തന്നവനാണ്. വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് വിശദീകരിച്ചവനാണ്. ഹറാമിനെയും ഹലാലിനെയും വിശദീകരിച്ചവനാണ്. അതുകൊണ്ട് ഹലാലിനെ സ്വീകരിക്കണം, ഹറാമിനെ ഉപേക്ഷിക്കണം. ഇവിടെ ഹുദയെ പറഞ്ഞെന്ന് പറയുമ്പോൾ ഹുദ കാണാനുള്ള കാതും, അത് കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള ഹൃദയവും അള്ളാഹു സമ്മാനിച്ചു എന്നാണ്. അതിനുപയോഗപ്പെടുത്തണം എന്നാണ് പറയുന്നത്. വഈദുഹു എന്നാൽ ആ റബ്ബിൻ്റെ ഒരു ഫലിൽ മുത്തി, അങ്ങനെ റബ്ബിനെ അനുസരിച്ച് റബ്ബിൻ്റെ കൽപ്പനകൾ ശാസനകൾ അനുസരിച്ച് ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം മുത്തി എന്ന് പറഞ്ഞാൽ അയുത്തി അനുസരിക്കുന്നവൻ, അവൻ്റെ ഹുദ അനുസരിച്ചില്ല. ഹുദന സിറാത്തുൽ മുസ്തഖീം 5 നേരം നമ്മൾ പറയും, അല്ലാഹുവേ അല്ല 17 തവണ നമ്മൾ പറയും നേരായ മാർഗത്തിൽ നിലനിർത്തണേ. ആ നേരായ മാർഗ്ഗം അള്ളാഹ് പറഞ്ഞു തന്നു. ആ നേരായ മാർഗത്തെ മുറുകെ പിടിച്ച് ജീവിക്കേണ്ട ബാധ്യത മനുഷ്യനാണ്. റബ്ബിനോട് അത് പ്രാർത്ഥന തൗഫീഖിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിരന്തരം പ്രാർത്ഥിക്കുന്നതോടൊപ്പം അതിനെ മുറുകെ പിടിച്ച് ജീവിക്കേണ്ട അവൻ വിശ്വാസിയാണ്. കാരണം വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് അത് പറഞ്ഞു തന്നു, തിരുനബിയിലൂടെ അത് റബ്ബ് കാണിച്ചു തന്നു. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗൗരവമേറിയ കാര്യമാണ് മുത്തി ആണോ, അനുസരിക്കുന്നവനാണോ? അഹ്സനുൽ മആൽ, അവന് ഏറ്റവും നല്ല പര്യവസാനമാണ്, ഏറ്റവും നല്ല സങ്കേതം. മആൽ എന്ന വാക്കിൻ്റെ അർത്ഥം നല്ലൊരു ഇടം. അഹ്സനുൽ മആൽ ഏതാ? നല്ല ഇടം ഏതാ? അത് സ്വർഗ്ഗമാണ്. അൽ ജന്ന. അല്ലാഹുമ്മ നസ്അലുക്കൽ ജന്ന, റബ്ബേ ഞങ്ങൾ സ്വർഗ്ഗം ചോദിക്കുന്നു, സ്വർഗ്ഗം ഉറപ്പാണ്. എന്നാൽ വലിൽ ഉസാത്ത്, റബ്ബിൻ്റെ കൽപ്പനകൾ ഈ ഹുദ വ്യക്തമാക്കി തന്നിട്ട് അതിനെ വേണ്ടാന്ന് പറഞ്ഞവനാരോ, അതിനെ നിരാകരിച്ചവനാരോ, അതിനെ അവഗണിച്ചവനാരോ, റബ്ബിൻ്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തി ഹലാലുമായി വീണ്ടും ഫവാഹിഷുകളുമായി ജീവിക്കുന്നവനാരോ? വദവിൽ ഇഹ്മാൽ, ഈ കാര്യങ്ങളെ മുഴുവൻ അവഗണിച്ച് നടക്കുന്ന ആളുകൾ. ദവി എന്ന് പറഞ്ഞാൽ ഉള്ളവർ ഞാൻ. ദു എന്നുള്ള അസ്മാ ഉൽ ഖംസയിൽപ്പെട്ട ഒരു ഹർഫാണത്. അപ്പോൾ ദവി എന്ന് പറഞ്ഞാൽ ദവിൽ ഇഹ്മാൽ, ഇതിനോടൊരു വിമുഖത വെച്ച് പുലർത്തുന്നവർ, ഈ ഹുദയോട് റബ്ബ് കാണിച്ചു തന്ന വേദഗ്രന്ഥത്തോടും റബ്ബ് അവതരിപ്പിച്ച റസൂലിനോടും റസൂൽ പറഞ്ഞ മാർഗത്തോടുമൊക്കെ ഒരു വിരക്തി, അതിനൊക്കെ അവമതിച്ച് ജീവിക്കുന്ന ആളുകൾ അവരാരാണോ? വഈദുഹു, അപ്പോൾ റബ്ബിൻ്റെ വാഗ്ദാനമുണ്ട്, അവർക്ക് താക്കീതുണ്ട്. എന്താണത്? ബി അഹ്വലിൻ നഖാൽ, ഏറ്റവും ദുരന്തപൂർണമായ ദുരവസ്ഥ. നഖാൽ എന്ന് പറഞ്ഞാൽ ശിക്ഷ എന്നൊക്കെ അർത്ഥം. നഖാല ലിമാ ബൈന യദൈഹിം, അവർക്കൊരു ശിക്ഷ, പാഠമാകുന്ന ശിക്ഷ, മറ്റുള്ളവർക്കൊരു പാഠം പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ റബ്ബ് ശിക്ഷിക്കണേനാണ് നഖാലത്ത് എന്ന് ഉപയോഗിക്കാറുള്ളത്.
വിശുദ്ധ ഖുർആനിൽ റബ്ബ് ഉപയോഗിച്ച വാക്കാണ്. അഹുവൽ എന്ന് പറഞ്ഞാൽ ഹൗൽ എന്ന് പറഞ്ഞാൽ ഭീതിജനകമായ എന്നാണ്. അഹ്വാലി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ ഭീതികൾ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അഹുവൽ ഏറ്റവും ദുരന്തപൂർണമായ ഭീതിജനകമായ ശിക്ഷ അവരെ പിടികൂടുമെന്നുള്ളത് വഈദാൻ. എന്താ വഈദ്? റബ്ബിൽ നിന്നുള്ള താക്കീദിൻ്റെ സ്വരം, താക്കീദാണ് വഈദ്. വഈദ് എന്ന് പറഞ്ഞാൽ കരാർ എന്ന് പറയും, വാഗ്ദാനം എന്നാണ്. വഈദ് എന്ന് പറഞ്ഞാൽ ശിക്ഷയെ സംബന്ധിച്ചുള്ള താക്കീതുകൾക്കാണ് പലപ്പോഴും വഈദ് എന്ന് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ഇനി അടുത്ത വരി. വഅഫ്ളലുസ്സലാത്തി വസ്സലാമി അലൻ നബിയ്യി അക്മലിൽ ആനാമി വആലിഹി വസഹ്ബിഹിൽ കിറാമി വതാബിഈഹിം ഫീ മദൽ അയ്യാമി. ഏറ്റവും നല്ല, ഏറ്റവും ഉത്കൃഷ്ടമായ സ്വലാത്തും സലാമും അല്ലേ, നബിക്ക് നൽകുന്ന സ്വലാത്തും സലാമും ഏറ്റവും ശ്രേഷ്ഠമാണ്. അതിൽ തന്നെ ഏറ്റവും നല്ലതിന് നല്ല ക്വാളിറ്റി ഉള്ള സ്വലാത്തും സലാമും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദ് എന്ന് പറഞ്ഞ ആ വരികളെ ചുരുക്കാണ്. അസ്സലാത്തും വസ്സലാമും ആരുടെ മേൽ? അലൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേലാണ്. നബിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാരണം നബി ഉള്ളത് കൊണ്ടാണ് നമ്മൾ മുസ്ലിമീങ്ങളായത്. നബി ത്യാഗം സഹിച്ചത് കൊണ്ടാണ് നമുക്ക് ദീന് കിട്ടിയത്. അതുകൊണ്ടാണ് നബിക്ക് വേണ്ടി നമ്മളെപ്പോഴും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നുള്ളൊരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. വെള്ളിയാഴ്ച ദിവസം അത് അധികരിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഞാൻ ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ 10 നന്മകൾ റബ്ബ് രേഖപ്പെടുത്തുമെന്നാണ്. സ്വലാത്ത് വർദ്ധിപ്പിക്കുക നബിയുടെ മേൽ മാത്രമല്ല അല്ലേ, നബിയുടെ കുടുംബത്തിൽ, നബിയുടെ അനുചരന്മാരിൽ സലാത്തും സലാമും ചോദിച്ചു കൊണ്ടിരിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്. സ്വല്ലു, പ്രത്യേകിച്ച് നബിയുടെ മേൽ, യാ അയ്യുഹല്ലദീന ആമനു ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അല നബിയിന മുഹമ്മദ്. അപ്പോൾ അലൻ നബി, അങ്ങനെയുള്ള നബി അക്മലിൽ അനാം, സൃഷ്ടിജാലങ്ങളിൽ, മനുഷ്യരിൽ. അനാം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ശരിക്കും മനുഷ്യർന്നാണ്, ജനങ്ങളിൽ വെച്ച് പരിപൂർണനായ അല്ലേ. മറ്റെല്ലാ ജനങ്ങൾക്കും കുറ്റങ്ങളും കുറവുകളുണ്ടാവും, പക്ഷേ കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്തവൻ ഉണ്ടെങ്കിൽ അതാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ദീനിനെ പൂർത്തീകരിച്ചത് അള്ളാഹു നബിയാലാണ്, നബിനെ കൊണ്ടാണ്. അപ്പോൾ ആ നബിയുടെ മേൽ റബ്ബെ സലാത്തും സലാമും കൊടുക്കണേ. നബിക്ക് മാത്രമല്ല വ ആലിഹി, അവിടുത്തെ കുടുംബത്തിനും, നബി കുടുംബത്തിനല്ലേ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, നബിയുടെ മക്കൾക്ക് വേണ്ടി, അതുപോലെ തന്നെ നബിയുടെ പേരമക്കൾക്ക് വേണ്ടി, നബിയുടെ കുടുംബക്കാർക്ക് വേണ്ടി ഒക്കെ ഈ ദീനനുസരിച്ച് ജീവിച്ച മുഅ്മിനാത്തുകളായ നബി കുടുംബത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സത്യവിശ്വാസികളുടെ മേലുള്ള ബാധ്യതയാണ്. നബിയുടെ കുടുംബത്തിനും മാത്രമല്ല വസഹ്ബിഹി, നബിയുടെ എല്ലാ അനുചരന്മാരിലും. എങ്ങനത്തെ അനുചരന്മാർ? കിറാം, മഹാന്മാരായ, ആദരണീയരായ, മഹത്തുക്കളായ അല്ലേ, എല്ലാ സ്വഹാബികളും. ഒരു സ്വഹാബിനോടെ മാറ്റി നിർത്താൻ പറ്റൂല, എല്ലാ സ്വഹാബികളും അതിൽ ഉൾപ്പെടുത്തണം. എന്നാൽ ചില ആൾക്കാർ അഹ്ലുസുന്ന ആണോ അഹ്ലുസുന്ന അല്ലേ എന്ന് തിരിച്ചറിയൽ എങ്ങനെയാണ്? സ്വഹാബികളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവൻ അഹ്ലുസുന്നൻ്റെ ആളല്ല. ചില ആൾക്കാരെ ലോകത്ത് നമുക്ക് കാണാം അല്ലേ, പല സഹാബികളെയും കുറ്റം പറഞ്ഞ്, പല സഹാബികളുടെ മേലും എന്ത് ചെയ്യുന്നു, പല അലിഗേഷൻസും പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്നു. ചില ആളുകൾ അവരുടെ മേൽ ലഅനത്ത് ചൊല്ലുന്നു. ആയിഷ ബീവിയുടെ മേൽ ലഅനത്ത് ചൊല്ലുന്ന ആളുകളെ കാണാം, അബൂബക്കറിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ പേരിൽ റളിയല്ലാഹു അൻഹും. പക്ഷേ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സുന്നിയെ സംബന്ധിച്ചിടത്തോളം, അഹ്ലു സുന്നയിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യട്ടെ? അവൻ സ്വഹാബത്തിൻ്റെ മേൽ സലാത്ത് ചെല്ലട്ടെ. എല്ലാ അജ്മഈൻ എന്ന് പ്രത്യേകം പറയണല്ലോ, അജ്മഈൻ എല്ലാവരുടെ മേലും. ഇനി സ്വഹാബത്ത് മാത്രമാണല്ല, വതാബിഈഹിം, ആ സ്വഹാബത്തിനെ പിന്തുടർന്ന് വന്ന പിൻതലമുറക്കാർ, താബിഈകൾ, റബ്ബേ അവരുടെ മേലും സലാത്തും സലാമും റബ്ബേ നീ നൽകണേ. ഫീ മദൽ അയ്യാം, കാലത്തിലുടനീളം, കാലങ്ങളോളം. മദ എന്ന് പറഞ്ഞാൽ ഉടനീളം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ഉർസില റഹ്മത്തൻ ലികുല്ലി ഖൽഖി വഹാദിയൻ ഇലസ്സിറാത്തിൽ ഹഖി ഫകമ്മലൽ ഈമാന വൽ ഇസ്ലാമ ഫൽസംതനൽ ബിദാലിക സലാമ. ഉർസില റഹ്മത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയക്കപ്പെട്ടത് കാരുണ്യമായിട്ടാണ്. ശരിയല്ലേ? റബ്ബിൻ്റെ ഏറ്റവും വലിയ കാരുണ്യമല്ലേ. അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ കാരുണ്യമാണ്. ലികുല്ലി ഖൽഖി, എല്ലാ സൃഷ്ടിജാലങ്ങളോടും, പച്ചക്കറലുള്ള എന്തിനോടും കാരുണ്യം കാണിക്കണം എന്ന് അള്ളാഹിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത്. പച്ചക്കറലുള്ള എന്തിനോടും കാരുണ്യം വേണം. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ് അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തെ സംബന്ധിച്ച് റബ്ബ് എടുത്തു പറയാം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ, സർവ്വചരാചരങ്ങൾക്കും അള്ളാഹുവിൻ്റെ റസൂൽ റഹ്മത്തായിട്ടാണ് അള്ളാഹു നിയോഗിച്ച. റബ്ബിൽ നിന്നുള്ള ഏറ്റവും വലിയ കാരുണ്യം അത് നബിയുടെ ജീവിതത്തിലും കാണാം അല്ലേ. എത്രമാത്രം അതീവ തൽപരനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത്. വഹാദിയൻ, മാത്രവുമല്ല നബി സന്മാർഗദർശിയാണ്, ആളുകൾക്ക് സന്മാർഗം കാണിച്ചു കൊടുത്തവൻ. ഇല സിറാത്തിൽ ഹക്കി, ഏറ്റവും നല്ല ഹക്കിൻ്റെ മാർഗത്തിലേക്ക്,
ഹക്കിൻ്റെ മാർഗത്തിലേക്ക്, സത്യസന്ധമാർന്ന ഏറ്റവും നല്ല സത്യപാതയിലേക്ക് ജനങ്ങളെ വഴി നടത്തുന്നവൻ റസൂലാൻ. ഫകമ്മലൽ ഈമാന വൽ ഇസ്ലാമ, അങ്ങനെ ഈമാനിനെയും ഇസ്ലാമിനെയും പൂർത്തീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇനിയൊരു നബി വരാനില്ല. ലാ നബിയ ബഅദി, റസൂൽ പറഞ്ഞല്ലോ എനിക്ക് ശേഷം ഇനിയൊരു നബിയില്ല. ദീനിനെ പൂർത്തീകരിക്കപ്പെട്ടു. ഇനി ഈ ദീനിൽ നിന്നൊന്ന് വെട്ടിമാറ്റാനുമില്ല, ഒന്ന് കൂട്ടിക്കയറ്റാനുമില്ല. അല്ലേ? ഇസ്ലാം പൂർണ്ണമാണ്. അതിലുള്ള എല്ലാ ശാസനകളെയും കൽപ്പനകളെയും ഞാൻ കീഴ്പ്പെടുന്നു, ഞാൻ ഒരു മുസ്ലിമാണെന്ന് പറയണം. അതിൽ ചിലത് എനിക്ക് പറ്റൂല, ചിലത് ശരിയല്ല, ഈ കാലത്തിന് ചേർന്നതല്ല. അതൊക്കെ തൻ്റെ വിവരമില്ലായ്മകൾ കൊണ്ട് ആളുകൾക്ക് തോന്നിപ്പോകുന്നതാണ്. പക്ഷേ കൃത്യമായി ഇസ്ലാം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാനുള്ള മതമാണ്. റബ്ബിൻ്റെ അടുത്ത് ഇസ്ലാം അല്ലാതെ വേറൊരു മതവും സ്വീകാര്യമല്ല എന്നുള്ളതാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ, ഇസ്ലാമിന് പുറമെ വേറെ ഏത് മതത്തെ ആരാഗ്രഹിച്ചാലും അവനിൽ നിന്ന് ആ മതം സ്വീകരിക്കപ്പെടുന്നതല്ല. അല്ല, സർവ്വമത സത്യവാദമൊന്നും ശരിയല്ല. ഏക മതം, അത് അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകാര്യമായത് ഈ മതം മാത്രമാണ്. കാരണം ഈ മതമേ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളൂ, ഈ മതത്തിനെ പൂർണ്ണതയുള്ളൂ, ഈ മതത്തിനാണ് വ്യക്തതയുള്ളൂ. ഈ മതത്തെ പൂർത്തീകരിച്ചത് തിരുനബിയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ ഒരു ദീനായി ഞാൻ പൂർത്തീകരിച്ചു തന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം. അള്ളാഹുവിൻ്റെ വർത്തമാനം സൂറത്ത് മാഇദയിൽ നമ്മൾ പാരായണം ചെയ്തതാണ്. നമ്മൾ മനസ്സിലാക്കി പോയതായിരിക്കാം. ഇവിടെ പറഞ്ഞു റബ്ബ്. എന്നിട്ട് ഈ കവി പറയാൻ, ഫൽസം, നീ മുറുകെ പിടിക്കണം. അതിനാൽ നീ മുറുകെ പിടിക്കണം. അല്ലെ? ഏതിനെ? ഈ ദീനിനെ മുറുകെ പിടിക്കണം. തനൽ ബിദാലിക സലാമ, ഈ ഇസ്ലാമിനെ മുറുകെ പിടിച്ചാൽ നിനക്കതുകൊണ്ട് ലഭ്യമാകുന്നത്, നിനക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്, തനാല യനാലു, അല്ലെ? തനൽ, നീ നേടിയെടുക്കും ഈ ഇസ്ലാമിനെ കൊണ്ട് സലാമ, സമാധാനം. ദേഹത്തിലും പരത്തിലും സമാധാനം ഉണ്ടാവും, സ്വസ്ഥത ഉണ്ടാവും. അല്ലെങ്കിൽ ഒന്നും ഇടങ്ങാറും ബുദ്ധിമുട്ടായിരിക്കുന്നതാണ്. എത്ര സുന്ദരമാണല്ലേ ആ ഒരു മുഖദ്ദിമ. ആ മുഖദ്ദിമ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ മറ്റൊരു ഭാഗം. പിന്നെ ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ചുള്ള സംസാരമാണ്. നീ കൃത്യമായി ഇതിനെ സൂക്ഷിച്ചു വെക്കണം, ഇതിനെ കൃത്യമായി മുറുക്കെ പിടിക്കണം. എന്തിന്? ബി ത്വലഇൻ റായിഖിൻ, അത്രമേൽ എന്താണ് റായിഖായ, റായിഖ് എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ, റായിഖ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ എന്നാണ് അർത്ഥം. റഖ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ശരിക്കും മുകളിലേക്ക് കയറിപ്പോകണേനെ പറയാം. ഇവിടെ റായിഖ് എന്ന് പറഞ്ഞാൽ അത്യുന്നതമായ ഈ ഒരു ഫലത്തെ, ഈ ഒരു കായ്. എങ്ങനത്തെ? നദീദ് എന്ന് പറഞ്ഞാൽ നിബിഡമാർന്ന എന്നുള്ള അർത്ഥത്തിൽ പറയും. എന്താണ്? കൊലകളായി തിങ്ങി നിൽക്കുന്ന ഫലവർഗ്ഗങ്ങൾക്കാണ് ശരിക്കും തൊലഉൻ നദീദ് എന്ന് പറയാം. അപ്പോൾ ഈ തൊലഉൻ നദീദിനെ, ഏറ്റവും സൂപ്പറായ ശ്രേഷ്ഠമായി തൊലഉൻ നദീദിനെ നീ മുറുകെ പിടിക്കണം, ഇതിനെ പരിഗണിക്കണം, ഇതിനെ സംബന്ധിച്ച് നീ ഇതിൻ്റെ ആശയങ്ങളെ നീ സ്വീകരിക്കണം. എന്താണ് ഇത്? തൊലഉൻ നദീദ് എന്ന് പറഞ്ഞാൽ നള്മിൽ കിതാബ്, ഇതൊരു ഗ്രന്ഥത്തിൻ്റെ പദ്യമാണ്. ഏതാണ് ഗദ്യം? അൽ ഫദ്ദ ഫി തൗഹീദ്, തൗഹീദിൽ അതുല്യമാർന്ന ഒരു ഗ്രന്ഥം. തൗഹീദിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു ഗ്രന്ഥം വേറെ ലോകത്ത് വന്നിട്ടില്ല എന്നാണ് അൻവർ ഉസ്താദിന് അതിൻ്റെ വ്യക്തതയും അതിൻ്റെ കൃത്യതയും അറിയണമെന്ന് പറഞ്ഞു. പക്ഷേ ലോകത്ത് കുറേ ആളുകൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ കിതാബ് തൗഹീദിനെ വിമർശിക്കണ കാണാം. കാരണം അതെന്താണ്, അതിൻ്റെ കാമ്പ് എന്താണ്, അതിൻ്റെ കഴമ്പ് എന്താണ്, അതിൽകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളത് പലരും അറിയാതെയാണ് അതിനെ വിമർശിക്കുന്നത്, അദ്ദേഹത്തെ വിമർശിക്കുന്നത്. ആ ഒരു കിതാബിലുള്ളത് എന്താണ്? ഖുർആൻ്റെ ആയത്തും പ്രവാചകൻ്റെ ഹദീസുകളും സ്വഹാബത്തിൻ്റെ കൗലുകളുമാണ്, പണ്ഡിതന്മാരുടെ ഉദ്ധരണികളുമാണ്. ഇതിൻ്റെ മുഖദ്ദിമയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വേറെ ഇതിൻ്റെ ഫസ്റ്റിൽ നമ്മൾ വായിച്ച മുഖദ്ദിമയിൽ ഉസ്താദ് അൻവർ ഉസ്താദ് അതിനെ കൃത്യമായി പറഞ്ഞു പോയിട്ടുമുണ്ട്. ഇത് കവിതയിൽ വളരെ രസകരമായി അൽ ഫദ്ദ ഫി തൗഹീദ് എന്ന തൗഹീദിൽ ഇത് യൂണീക്കാണ്. ഇതുപോലത്തെ ഒന്നും വേറില്ല, ഇങ്ങനത്തെ ഒരു പുസ്തകം വേറെ. കിതാബ് തൗഹീദ് പഠിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. വേറെ എത്ര ഈ കിതാബ് തൗഹീദിന് എത്ര ഷുറൂഹുകളാണെന്നറിയാം ലോകത്ത് പണ്ഡിതന്മാർ രചിച്ചത്. അത് ഈ പുസ്തകത്തിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ്. എത്ര ഗ്രന്ഥങ്ങൾ, എത്ര ശക്തമായ കൃതികൾ, ഒരുപാട് വാള്യങ്ങളിൽ എഴുതി കൂട്ടിയത് കാണാം. ഫതുൽ മജീദൊക്കെ വായിച്ചു നോക്കണം അതിൻ്റെ രസം മനസ്സിലാവണമെങ്കിൽ. ഈ പുസ്തകത്തിൻ്റെ ഒരു ഷർഹാൻ ഫതുൽ മജീദ് മാത്രമല്ല, വേറെ എത്ര ഗ്രന്ഥങ്ങൾ, ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ. ഇതിൻ്റെ മുഖ്തസറുകളുണ്ട്, ഇതിൻ്റെ ഷുറൂഹാത്തുകളുണ്ട്. ഈ പുസ്തകത്തിനെ സംബന്ധിച്ച് വേറെ തഅലീഖുകൾ പലരെ എഴുതിയത് കാണാം. അതൊക്കെ കിതാബു തൗഹീദ് എന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ കിതാബിൻ്റെ ശ്രേഷ്ഠതയെ പോരിശയെടുത്ത് പറയുന്നതാണ്. പക്ഷെ ചില വിവരദോഷികൾ അതിനെപ്പോഴും കുറ്റം പറഞ്ഞെടുക്കുക. ഈ നെളുമ എഴുതിയതിന് വരെ, തൊലഉൻ നദീദ് എന്ന് പറഞ്ഞാൽ നെളുമിനെ വരെ വിമർശിക്കുന്ന ആളുകൾ കേരളക്കരയിലുണ്ടാകുമ്പോൾ ഈ എന്താണ് അവർ വായിക്കുന്നതും എന്താണ് അവർ പഠിക്കുന്നതും എന്നുള്ളതൊന്നും സ്വയം ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഒരു പക്ഷപാതിത്വമില്ലാതെ നസീഹത്തോടു കൂടി പറയുന്ന ഒരു കാര്യം മാത്രം.
എന്നിട്ട് ഈ ഗ്രന്ഥത്തിനെ പറ്റി പറഞ്ഞു മുഅല്ലഫി ഷെയ്ഖ്. ഇത് ആരുടെ മുഅല്ലഫാണ്? മുഅല്ലഫ് എന്ന് പറഞ്ഞാൽ കൃതി. മുഅല്ലഫ് അല്ലെ, കിതാബ് പോലെ തന്നെ മുഅല്ലഫ് എന്ന് എഴുതി കൂടി. അലീഫ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശരിക്കും ഇണാന്നാണ്. അലീഫ് അല്ലെ, ഒരു പേജിനെ മറ്റൊരു പേജോടൊപ്പം ചേർത്ത് കെട്ടുമ്പോൾ അതിന് മുഅല്ലഫ്, ഒരു കൃതി എന്ന് വേണമെങ്കിൽ പറയാം. അറബി ഭാഷേൻ്റെ പ്രത്യേകത അതാണ്. അല്ലഫ രചിച്ചു എന്നാണ് അർത്ഥം. മുഅല്ലഫ് രചയിക്കപ്പെട്ടത്, മുഅല്ലിഫ് രചിക്കുന്നവൻ, രചയിതാവ് എന്ന് പറയും. ഇവിടെ മുഅല്ലഫാണ്. ആരുടെ മുഅല്ലഫാണിത്? ഷെയ്ഖുൽ ഇമാം അൽ ബാസിൽ, ഏറെ വിശിഷ്ടനായ മഹാപണ്ഡിതനായ ഒരു ഇമാമിൻ്റെ, ഷെയ്ഖിൻ്റെ. ആരാണ് ഷെയ്ഖ്? മുജദ്ദിദുൽ വറ. വറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എന്നാണ് അർത്ഥം. ജനങ്ങളുടെ നവോത്ഥാന നായകൻ, നവോത്ഥാന നായകൻക്കാണ് മുജദ്ദിദ്. ജദീദ് എന്നുള്ള വാക്കിന് നമ്മൾ പറയും പുതിയത് എന്ന്. മുജദ്ദിദ് എന്ന് പറഞ്ഞാൽ അല്ലേ, ഒരുപാട് തിന്മകളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും സമൂഹത്തിൽ പിടിപ്പെട്ടപ്പോൾ, സമൂഹത്തിനെ ബാധിച്ചപ്പോൾ കറകളഞ്ഞ തൗഹീദിലേക്ക് കൊണ്ടുവന്നവനാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ. അന്ന് എഴുതിയ അദ്ദേഹത്തിൻ്റെ കൃതികൾ എത്രമാത്രം സ്വാധീനിച്ചതാണ്. പക്ഷേ അന്ന് ആൾക്കാരെ ഈ ഖുറാഫാത്തിൽ നിന്നും, ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നും, അനാചാരങ്ങളിൽ നിന്നും, ഷിർക്കിൽ നിന്നും, അല്ലേ, പല ദുർമന്ത്രങ്ങളിൽ നിന്നും ജനങ്ങളങ്ങനെ കൊണ്ടുവന്നപ്പോൾ ആളുകൾ കൊടുത്ത പേരാ മുജദ്ദിദ് എന്ന്. അല്ലാതെ മുബര് സ്വയം വിളിച്ചല്ല, എന്നെ വിളിക്കണം എന്ന് പറഞ്ഞതല്ല. അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞു പോയി. നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം അന്ധവിശ്വാസങ്ങളിലായിരുന്നു പൗരോഹിത്യം ഒരു സമൂഹത്തെ തളച്ച് കെട്ടിയിരുന്ന. ഇന്നുണ്ട് കുറേ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, അല്ലേ. തങ്ങന്മാരും ബീവിമാരും പല പല ഉസ്താദുമാരും ഉണ്ടാക്കിയെടുത്ത് പല വിശ്വാസങ്ങൾ ഇസ്ലാമിനെ വികലമാക്കാൻ, മറ്റുള്ളവർക്കിടയിൽ ഇസ്ലാം പരിഹസിക്കപ്പെടാൻ, അവഹേളിക്കപ്പെടാൻ, ഇസ്ലാമിൻ്റെ യഥാർത്ഥ ചിത്രത്തെ വികൃതമാക്കിയവരാണ്. അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നിന്ന് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ കിതാബ് തൗഹീദിൻ്റെ ആവശ്യകതയെ, അതിൻ്റെ പഠനത്തിൻ്റെ അനിവാര്യതയെ നമ്മൾ തിരിച്ചറിയണം. വഫീറുന്നായിൽ, അല്ലേ, വഫീറുന്നായിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല ഗ്രന്ഥങ്ങളെ എന്ത് ചെയ്തു ഉണ്ടാക്കിയെടുത്തവൻ. വഫീർ എന്ന് പറഞ്ഞാൽ ശരിക്ക് വഫറ യുവഫീർ എന്നൊക്കെ പറഞ്ഞാൽ അവൈലബിൾ ആക്കിയെന്നാണ്. അവൈലബിൾ ചെയ്യുക, അതായത് ആളുകൾക്ക് ലഭ്യമാക്കിയവൻ, ഒരുപാട് ഗ്രന്ഥങ്ങളെ ലഭ്യമാക്കിയവൻ സമൂഹത്തിന് വേണ്ടി. കിതാബ് അഖീദ ശരിയാക്കാനുള്ള പാകത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച ആളാൻ. നവാഖിദുൽ ഇസ്ലാം പോലെ, അല്ലേ, ഫദലുൽ ഇസ്ലാമിനെ പോലെ, ഖവായിദുൽ അർബഈനൊക്കെ പോലെ പല പല ഗ്രന്ഥങ്ങളെ രചിച്ചവനാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല. ഇനി അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോഴാ പറയുന്നത്, മുഹമ്മദിൻ യുസഹിലുൽ മുറാമ ഹിഫ്ളൻ വ ഇത്ഖാനൻ ലിമൻ ഖദ് റാമ തനാവലൽ കിതാബ വൽ മസായില വകുല്ല മഹ്തവാഹു മിൻ ദലായില. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതയാണ്. ഇത് ഷെയ്ഖ് മുഹമ്മദിൻ്റെ ആണ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ഒരു വഹാബി എന്ന് വിളിക്കുമ്പോൾ വാപ്പാൻ്റെ പേരാണ് അബ്ദുൽ വഹാബ്. ഇദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും മുഹമ്മദ് എന്നാണ്. അങ്ങനെയാണ് മുഹമ്മദിയാക്കൾ എന്നാണ് വിളിക്കേണ്ടത്. വേറെയുള്ള ആൾക്കാർ വഹാബികൾ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്ന ആൾക്കാരാണ്. മുഹമ്മദാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ്. മാത്രമല്ല എത്രമാത്രം അഹ്ലുസുന്നയെ സ്നേഹിച്ച, അഹ്ലുസുന്നൻ്റെ പണ്ഡിതന്മാരെ സ്നേഹിച്ച ആളാണ്. ചില ആൾക്കാർ പറയും മൂപ്പര് അഹ്ലുസുന്ന പണ്ഡിതന്മാരൊന്നും സ്നേഹമല്ല, പക്ഷെ മൂപ്പരെ മക്കളെ പേര് ആലോചിച്ചാൽ മതി. നബിൻ്റെ കുടുംബത്തിനോട് അത്രമേത്രം താല്പര്യമുള്ള മൂപ്പരുടെ പല ആൾക്കാർ ഷിയായിസം പറഞ്ഞിട്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് കാണാം. ഒരിക്കലുമില്ല. അദ്ദേഹത്തിൻ്റെ മക്കളെ പേര് നോക്കി, നിങ്ങൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ മക്കളെ പേരടിച്ച് നോക്കി ഗൂഗിളിൽ ഒക്കെ ഹസനും ഹുസൈനും ഫാത്തിമയൊക്കെ ആയിരിക്കും മക്കളെ പേര്. അത്രമാത്രം നബി കുടുംബത്തെ സ്നേഹിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ വാപ്പട്ട പേര് നബിൻ്റെ പേരാണ്, മുഹമ്മദ് എന്നാണ്. മാത്രമല്ല അത് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ വിശദീകരിക്കാം. യുസഹിലുൽ മുറാമ, ലക്ഷ്യത്തെ സാധൂകരിച്ച് എളുപ്പമാക്കുന്നു. ഒരുപാട് നല്ല നല്ല ലക്ഷ്യങ്ങൾ, തൗഹീദാകുന്ന ലക്ഷ്യത്തെ എളുപ്പമാക്കി. ഹിഫ്ളൻ, എന്തിനാണ് എളുപ്പമാക്കിയത്? ഓരോ ഇവിടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് തൗഹീദ് എന്ന് പറഞ്ഞ കൃതിയെ ഹിഫ്ള് മനപ്പാടമാക്കാൻ, വൈത്ഖാനൻ വളരെ കൃത്യമായി കണിശമായി മുത്ഖിനാവാൻ, അവിടെയും പടിയും തോണ്ടി പഠിക്കല്ല. മുറി വൈദ്യൻ ആളെ കൊല്ലുന്നാൻ. മുറിഞ്ഞ് പഠിച്ചാൽ പോരെ, പൂർണ്ണമായി പഠിക്കണം, മുത്ഖിനാവണം. ലിമൻ ഖദ്റാമ, അറിവിനെ ലക്ഷ്യം വെച്ച് ഇറങ്ങുന്നവൻ, അറിവിനെ ലക്ഷ്യം വെച്ച് ഇറങ്ങുന്നവൻ അതിനെ മുത്ഖിനായി പഠിച്ചെടുക്കണം, അതിനെ ഹിഫ്ളാക്കണം, മനപ്പാടമാക്കണം. ഹിഫ്ളാക്കി വെക്കുന്ന അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നഖ്ശി ഫിൽ ഹജർ, ചെറുപ്പത്തിൽ മനപ്പാടമാക്കി വെക്കുന്നത് കല്ലിൽ കൊത്തിവെച്ചതുപോലെയാണ്. അതൊരിക്കലും മറക്കപ്പെടൂല, വിസ്മരിക്കപ്പെടൂല. അറിവിനെ അങ്ങനെ സ്വീകരിക്കണം എന്നാണ്. തനാവലൽ കിതാബ്, ഈ പുസ്തകം കൈകാര്യം ചെയ്യുന്നത്, വൽ മശായിൽ, ഒരുപാട് കാര്യങ്ങളെ ഈ പുസ്തകം കൈകാര്യം ചെയ്യുന്നു, ഒരുപാട് മശഅലകളെ കൈകാര്യം ചെയ്യുന്നു. വകുല്ല മഹ്തവാ, ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ള എല്ലാ കോണ്ടന്റുകളും, ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഇതിൻ്റെ ഉള്ളടക്കങ്ങൾ അധികലവും മിൻ ദലായില, ഒക്കെ എവിഡൻസാണ്, തെളിവുകൾക്ക് അടിസ്ഥാനത്തിലാണ്. ഓരോന്നിനും ദലീലുണ്ട്, ദലീലും ജമ്മു ദലായിൽ, വെറുതെ പറഞ്ഞു പോയതല്ല, ഒക്കത്തിനും തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിലെ പ്രമാണങ്ങൾ എന്താണ്? ദലായിലു ശർഈ, അതെന്തൊക്കെ?
അൽ കിതാബു വസ്സുന്ന അൽ ഖിയാസ് വൽ ഇജ്മാ. തെളിവുകൾ ഉദ്ധരിച്ചിട്ടാണ് പറയുന്നത്, അല്ലാതെ ഉപരി വീട്ടിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ടെന്ന് എഴുതി കൂട്ടിയതല്ല. ഒരു പുതിയ മതത്തെ പഠിപ്പിക്കുകയല്ല. കിതാബു തൗഹീദ് എന്താണെന്ന് ഷെയ്ഖ് ഉസ്താദ് അൻവർ പള്ളിപ്പുറം കവിതകളിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്നു. ഇത്ര സുന്ദരം, എത്ര ഈ 2 വരിയിൽ മുഴുവനുണ്ട്. ഇവർക്ക് വേറെ മറുപടി നമ്മൾ പറയണ്ട. ബിഅശ്ഹലി തഅബീർ, അതിനെ അയാൾ എങ്ങനെയാണ് ചേർത്ത് വച്ചത്? ഏറ്റവും നല്ല എളുപ്പമാർന്ന ആവിഷ്കാരം. ഒരു ഇതിനെ ആവിഷ്കരിച്ചത്, ഇതിൻ്റെ തഅബീർ, ഓരോ ഇബാറത്തുകളും ഇതിലെ ഓരോ ഉദ്ധരണികളും വളരെ എളുപ്പമാണ്, വായിച്ചാൽ മനസ്സിലാവും. ഈജാസ്, വളരെ സംക്ഷിപ്തമാണ്. കുറേ നീട്ടി വലിച്ച് പറഞ്ഞിട്ടില്ല, നീട്ടി വലിച്ച് എഴുതിയിട്ടില്ല. ഒക്കെ വളരെ ആറ്റിക്കുറിച്ചെടുത്ത വരികളിൽ ഖുർആനും ഹദീസും മറ്റു പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും ഒക്കെ വളരെ എളുപ്പത്തിൽ. അജ്മലിൽ ഉസ്ലൂബ്, ഇതിൻ്റെ ശൈലി, ഈ ഗ്രന്ഥത്തിൻ്റെ ശൈലി ഏറ്റവും സുന്ദരമാണ്. ജമീലല്ല, അജ്മലാണ്. എന്താ അജ്മൽ? അത്ര സുന്ദരമാണ്. ബിൽ ഇൻജാസ് അല്ലേ, അതിനെങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? കറക്റ്റ് അപ്ലൈ ചെയ്തു. ആ എളുപ്പത്തിൽ തന്നെ അതിനെ എങ്ങനെ സാധൂകരിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വല്ലാത്ത അത്ഭുതമാണ്. അത് അള്ളാഹു കൊടുത്ത ഒരു അനുഗ്രഹമാണ്. ഗ്രന്ഥം എഴുതാന്നൊക്കെ പറയണമെങ്കിൽ അതിന് അള്ളാഹു കൊടുത്ത തൗഫീഖ് എന്നാണ്. എത്ര മഹാപണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥങ്ങൾ, അതിൻ്റെയൊക്കെ മുഖദ്ദിമകളും അതിൻ്റെയൊക്കെ വരികളും വായിക്കുമ്പോഴാണ് അവരുടെയൊക്കെ പാണ്ഡിത്യത്തിൻ്റെ, അവരുടെയൊക്കെ അറിവിൻ്റെ ഒരു മഹത്വം നമുക്ക് മനസ്സിലാകുന്നത്. കിതാബ് വായിക്കാതെ വെറും ബയലേറ്ററിഞ്ഞു കഴിഞ്ഞാൽ അറിവിൻ്റെ രുചി അത്ര സുന്ദരമായിട്ട് കിട്ടില്ല. ചില കിതാബുകളിൽ ഇരുന്ന് വായിക്കുമ്പോഴാണ് അറിവിൻ്റെ രുചിയും മധുവും നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. അതോരോ ഗ്രന്ഥകാരന്മാർ പണ്ഡിതന്മാർ എഴുതി വെക്കുമ്പോൾ അതിൻ്റെ ശൈലി, അതിൽ ഓരോ വരികളും വളരെ രസമാണെന്നാണ് പറഞ്ഞു വരുന്നത്. തഖബ്ബൽ അല്ലാഹുൽ കരീം, അള്ളാഹു അല്ലെ അതിമഹാനായ മഹോന്നതനായ ആദരണീയനായ അള്ളാഹു, കരീം മാന്യനായ അള്ളാഹു സ്വീകരിക്കട്ടെ. ഉസ്താദ് പറയാൻ, പള്ളിപ്പുറം പറയാൻ, കുറേ ആൾക്കാർ നാട്ടുകാർ സ്വീകരിച്ചില്ലെങ്കിലും വേണ്ടില്ല. ഇത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് ആര് കുറ്റം പറഞ്ഞാലും അവർ അദ്ദേഹത്തിൻ്റെ കൃതികൾ സ്വീകരിക്കില്ലെങ്കിലും വേണ്ടില്ല. അള്ളാഹ് സ്വീകരിക്കട്ടെ. ഇനി ഉസ്താദ് അൻവർ ഉസ്താദ് പള്ളിപ്പുറം ഈ കവിത തന്നെ പലരും ചെയ്യുന്നില്ല, സ്വീകരിക്കാൻ റെഡിയല്ല, കുറ്റം പറഞ്ഞ് നടക്കാൻ. പക്ഷേ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു മാന്യനാണ്, മറ്റുള്ളവർ മാന്യതല്ല എന്നുള്ളൊരു വരി വാണിക്ക് നമുക്ക് വായിച്ചെടുക്കാം. അള്ളാഹു ആലം വജഅൽ, അള്ളാഹു ആക്കട്ടെ, എന്താക്കട്ടെ? ഫിസാബിക്കൽ ഖൈറാത്ത്, ഏറ്റവും നല്ല അല്ലേ നന്മകളിൽ മുൻകുതിക്കുന്ന, നന്മകളിൽ കുതിച്ചു പായുന്നതിൽ അള്ളാഹു ഇതിനെ ഉൾപ്പെടുത്തട്ടെ. അല്ലേ, കുതിച്ചു പായുന്ന നന്മകളിൽ കുതിക്കണം എന്നാണ് അള്ളാഹ് പറഞ്ഞത്. ഷാബിക്കു ബിൽ ഖൈറാത്ത്, നിങ്ങൾ നന്മകളിൽ കുതിക്കുക എന്നാണ്. അപ്പോൾ ഇത് ഒരു നന്മക്ക് വേണ്ടി ഒരു കുതിപ്പാണ്. അത് അള്ളാഹ് സ്വീകരിക്കണം. മീൻ ഹുസ്നി അമൽ, ഏറ്റവും നല്ല സൽക്കർമ്മമാണ്. അല്ലെ, ആയുഷ് മുഴുവൻ നല്ല കർമ്മങ്ങൾക്ക് ചിലവഴിക്കാൻ കഴിയണം. ഈ വരികൾ വായിക്കാനും ഇതിനെ പഠിക്കാനും ഇരിക്കുന്നത് ഏറ്റവും നല്ല അമലാണ്. സാബിഖൽ ഖൈറാത്താൻ. അള്ളാഹു തൗഫീഖ് നിഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് കിതാബു തൗഹീദിൻ്റെ വരികൾ നമ്മൾ അടുത്ത ക്ലാസ് മുതൽ ആരംഭിക്കുന്നതാണ്. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും.